അല്ല, ചില സംഘപരിവാരുകാർ വ്യക്തമായി പറയുന്നു യു പിയിൽ ഇപ്രാവശ്യവും ഞങ്ങൾക്ക് സീറ്റുകൾ കുറയില്ല, കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാളും സീറ്റുകളായിരിക്കും ഞങ്ങൾക്ക് ഇപ്രാവശ്യം ലഭിക്കുക എന്നുള്ളതാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യു പിയിലെ BJP നേതാക്കൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഞങ്ങൾ ഇപ്രാവശ്യം ചിലപ്പോൾ 80 വരെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ BJP-കാരുടെ വാദം. ഈ വാദത്തെയാണ് കേരളത്തിലെ ചില സൈബർ പോരാളികളും മുന്നോട്ട് വെക്കുന്നുള്ളത്. എന്നാൽ വ്യക്തമായ ഒരു കാര്യം പറയാം. ചിത്രം എന്ന് പറയുന്നത്, യു പിയിലെ ചിത്രം എന്ന് പറയുന്നത് മഹാസഖ്യത്തിന്റെ പുതിയ കാൽവെപ്പിന്റെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ കോൺഗ്രസിന് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംരക്ഷിച്ചുകൊണ്ട് BJP-യെ അകറ്റി നിർത്തിക്കൊണ്ട് മഹാസഖ്യത്തെ പിന്തുണച്ച കോൺഗ്രസിന്റെ നീക്കവും യു പിയിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വിധി വരുമ്പോൾ പ്രശംസിക്കാൻ ഇടയാക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ, കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടുകൾ, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വിധി വന്നതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മഹാസഖ്യം വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം അവിടെ കാഴ്ചവെക്കുകയും BJP-യുടെ പല കോട്ടകളും അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, 2009 പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിക്കുകയില്ല എങ്കിൽ പോലും കോൺഗ്രസ് മികച്ച ഒരു പോരാട്ടം യു പിയിൽ കാഴ്ചവെക്കുകയും ചെയ്യും. അതോടുകൂടി യു പിയുടെ ചിത്രം എന്ന് പറയുന്നത് BJP ഔട്ടാവുകയും കോൺഗ്രസ് ഇന്നാവുകയും മഹാസഖ്യം അവിടെ കൃത്യമായിട്ടുള്ള ഒരു പോരാട്ടം മുന്നിൽ നിർത്തിയത് കൊണ്ട് തന്നെ മഹാസഖ്യം അവിടെ തല ഉയർത്തി നിൽക്കുകയും ചെയ്യും. ഈ മഹാസഖ്യത്തിന്റെ പിന്തുണ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ശേഷം തേടുകയും ഈ പിന്തുണയിലൂടെ യു പിയിലെ ഈ മഹാസഖ്യത്തിന്റെ സീറ്റിന്റെ പിന്തുണയിലൂടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും BJP സംഘപരിവാർ പ്രവർത്തകർക്ക് വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. വോട്ടിംഗ് മിഷനിൽ അട്ടിമറി നടത്താതെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തയ്യാറായി കഴിഞ്ഞാൽ, അതായത് പലയിടങ്ങളിലും വന്ന ആരോപണങ്ങളെ മുൻനിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. തിരഞ്ഞെടുപ്പിനെ അട്ടിമറിയിലൂടെ മുന്നോട്ട് വെക്കാതെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ കണ്ട് യു പിയിൽ നിങ്ങൾ ജനവിധി തേടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 2014 നടന്നതിന്റെ 20% സീറ്റുകൾ പോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പലയിടങ്ങളിലും പലരെയും ഭീഷണിപ്പെടുത്തി, പലരെയും പല രീതിയിലും അവഗണിച്ച്, അവർക്കിടയിലേക്ക് വർഗീയ വിഷം ചീന്തി രണ്ടായി വിഭജിച്ച് നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തിലൂടെ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിലേക്ക് കടന്നു പോവില്ല എങ്കിൽ പോലും അതിന്റെ ഒരു 20% നിങ്ങൾ ചിലപ്പോൾ നേടിയേക്കാം. അതും ഈ വർഗീയ വിഷം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ. അല്ലാതെ ജനാധിപത്യ മര്യാദയിൽ നേട്ടങ്ങളെ മുന്നിൽ നിർത്തി, യു പിയിൽ ചെയ്ത നേട്ടങ്ങളെ മുന്നിൽ നിർത്തി, ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ച് മുന്നോട്ടിറങ്ങാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്കൊരു വോട്ടും നിങ്ങളുടെ പെട്ടിയിലേക്ക് വരില്ല എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് പോലും തള്ളിക്കളയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മഹാസഖ്യവും ഇപ്രാവശ്യം കോൺഗ്രസും യു പിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വ്യക്തമായിട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ്. ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, കർഷകർ അനുഭവിച്ച ദുരിതങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം കോൺഗ്രസും മഹാസഖ്യവും തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഈ രീതി കൃത്യമായി മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് മഹാസഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾക്ക് പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരവേൽപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കിഴക്കൻ യു പിയുടെ അവസ്ഥ നോക്കൂ. കിഴക്കൻ യു പി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതായിരുന്ന, അസ്തമിച്ചിരുന്ന ഒരു മേഖലയായി മാറിയിരുന്ന കിഴക്കൻ യു പിയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്കയുടെ ഒരു കടന്നുവരലിന് ശേഷം വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ അവിടെ കോൺഗ്രസിനെ കാണുന്നുള്ളത്. ആ നേട്ടം, ആ പ്രവർത്തകരുടെ ആവേശത്തിലൂടെ വലിയ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യോഗി സർക്കാരിന്റെ കർഷക നയങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച സ്ഥിതിഗതിയിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ ഇപ്രാവശ്യം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അവിടെ BJP യുഗത്തിന് ഒരു അന്ത്യം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.